എവിടേക്കെങ്കിലും പോകുമ്പോൾ അഞ്ചില്ലാണ്ട് പോകാനായിട്ട് ഭയങ്കര വിഷമാട്ടാ. ഒരു കമ്പനി ഇല്ലാതെ ഇങ്ങനെ വെറുതെ നിൽക്കണം. അവളുണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാ സമയം വർത്താനം പറയും. അതായത് സമയം പോണത് അറിയില്ല. അത് ഏത് സിറ്റുവേഷനിലാണെങ്കിൽ പോലും. ഇപ്പോൾ പീരിയഡ്സ് ആയതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പണിക്കാട്ടിൽ അമ്പലത്തിലെ ഉത്സവമാണ്. അവിടേക്ക് വന്നിട്ടുണ്ട് ദീപാരാധന തൊഴാൻ വേണ്ടിയിട്ട്. അച്ഛൻ 2 ദിവസം മുന്നല്ലേ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ്. അപ്പോൾ എല്ലാ ദൈവങ്ങളെയും നന്നായി പ്രാർത്ഥിച്ചു. കാശിക്കുട്ടന് നല്ല കുത്തിച്ചുമ ആയതുകൊണ്ട് കാശിക്കുട്ടൻ എടുത്തില്ലട്ടോ, പകരം പാർക്കുട്ടനാണ് എടുത്തത്. ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ നമ്മുടെ പിള്ളേര് ദൈവങ്ങൾക്ക് വെച്ചിട്ടുള്ള പൈസ വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ ഒന്നും പറയണ്ട എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് അവിടെ തന്നെ വെപ്പിച്ചു. അപ്പം ആനില്ലാത്തതുകൊണ്ട് ആ ഒരു സംഭവമാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. നല്ല രീതിയിൽ ദീപാരാധന ഒക്കെ തൊഴുത്തു. ഭയങ്കര സന്തോഷം. ദീപാരാധന സമയത്ത് അവിടെ എത്തിയിട്ട് ഭഗവാനെ തൊഴുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഐശ്വര്യം നമുക്ക് ഫീൽ ചെയ്യില്ലേ. ഇപ്പോൾ ചെക്കന്മാരൊക്കെ വലുതായപ്പോൾ പിന്നെ അവർക്ക് തന്നെ എല്ലാം ചെയ്യണം. നമ്മളൊന്ന് വാങ്ങിച്ചു കൊടുത്താൽ പോരാ, ചന്ദനം ഒറ്റയ്ക്ക് വാങ്ങി തൊടണം, അതേപോലെ തീർത്ഥം ഒറ്റയ്ക്ക് വാങ്ങി കുടിക്കണം, അങ്ങനെയൊക്കെ കാര്യങ്ങളാട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ മുല്ലശ്ശേരി അമ്പലത്തിൽ കയറി തൊഴുതു. അവിടെയാണെങ്കിൽ ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉത്സവം വരുന്നെങ്കിൽ പോലും ഇവിടെ ഒരാഴ്ച മുന്നോട്ട് ഇവിടെ ഉത്സവം തന്നെയാട്ടോ കൈസ്. ഇവിടെ എത്തിയപ്പോൾ അന്നത്തെ ദിവസം പരിപാടി കൈകൊട്ടിക്കളിയായിരുന്നു. എൻ്റെ ഡ്രസ്സ് ഇഷ്ടമായോ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് നല്ല സെലക്ഷൻ ആയിരുന്നു. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ടാട്ടെ കൈകൊട്ടിക്കളി കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു.